ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ എന്താ നോക്കാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ട്രേഡിംഗ് ക്ലാസ്സിന്റെ 14ാമത്തെ വീഡിയോ ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോണത്. ഓക്കെ, സോ ഇന്ന് നമ്മൾ ട്രേഡിങ്ങിനെ കുറിച്ച് തന്നെയാണ്. ബട്ട് നമ്മൾ ഒരു ബിഗിനർ തെരഞ്ഞെടുക്കേണ്ട കാര്യങ്ങൾ, അതായത് തെരഞ്ഞെടുക്കേണ്ട കറൻസി. ഓക്കെ, ഈ കറൻസിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ നമ്മൾ എല്ലാ കറൻസിനെയും കുറിച്ച് നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ നമ്മൾ ഇന്ന് കറൻസിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് തന്നെ ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്തോ, അതേപോലെ തന്നെ വീഡിയോ ഫുൾ കാണാൻ ശ്രമിച്ചോ, എന്നാലേ നിങ്ങൾക്ക് വല്ലതും മനസ്സിലാവുള്ളൂ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഒരു ബിഗിനർ ഇപ്പൊ ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്ത് ഒരു 2 month 3 month ഒക്കെ ആയവരുണ്ടാവുമല്ലോ, അവർക്ക് സെലക്ട് ചെയ്യാൻ പറ്റിയ പേയേഴ്സ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ എന്റെ ലിസ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ കുറെ പേയേഴ്സ് ഉണ്ടാവും. കാരണം ഞാൻ കുറച്ച് എക്സ്പീരിയൻസ് ആയിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ ഇത്രയും പേയേഴ്സ് നോക്കുന്നത്. സോ ഒരു ബിഗിനർ ട്രേഡിങ്ങിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവർ ഫസ്റ്റ് നോക്കേണ്ട കറൻസി ഏതാണെന്നറിയോ? യൂറോ യു എസ് ഡി ആണ്. യൂറോ യു എസ് ഡിക്ക് എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ബിഗിനർ ഫ്രണ്ട്ലി കറൻസിയാണ്. മാനിപ്പുലേഷൻ കുറവാണ്, അതേപോലെ തന്നെ നമ്മളൊരു ഇട്ട് കളിപ്പിക്കാന്ന് പറയില്ല, അതൊക്കെ കുറവാണ്. എങ്ങനെയാണോ ഒരു ട്രെൻഡ് എങ്ങനെയാണോ പോണത് അത് ആ സൈഡിലേക്ക് തന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. സഡൻ ഷിഫ്റ്റ് ആവില്ല. കണ്ടോ, ഇവിടെ നമുക്കൊരു ഇവിടെ തന്നിട്ടാണ് ഷിഫ്റ്റ് ആവുന്നത്. ഓക്കെ, സോ കണ്ടോ, ഇവിടെ ഇങ്ങനെ ഇങ്ങനെ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ ഇവിടെ എത്തിയപ്പോൾ ഷിഫ്റ്റ് ആയി അടിക്ക് വന്നുകൊണ്ട് ഇനിയിപ്പോൾ അത് അങ്ങനെ മുകളിലോട്ട് പോകും, മുകളിലോട്ട് അങ്ങനെ പോകും, എന്നിട്ട് എവിടുന്നേലും വെച്ചിട്ട് സഡൻ ഷിഫ്റ്റ് ആവും. ഓക്കെ, അങ്ങനെയാണ്. ഒറ്റയടിക്ക് ഇപ്പൊ ഇങ്ങനെ മറ്റേ എന്താ പറയാ, ഗോൾഡിനൊന്നും പോലെ ഒറ്റയടിക്ക് ഇങ്ങനെ സഡൻ ഷിഫ്റ്റ് ആവില്ല. ടൈം എടുത്തിട്ടേ ഷിഫ്റ്റ് ആവുള്ളൂ. ഇത് ബിഗിനേഴ്സിന് പറ്റിയ ഒരു കറൻസിയാണ് യൂറോ യു എസ് ഡി. സോ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂറോ യു എസ് ഡിയിലെ FXCM ചാർട്ട് ആണ് കേട്ടോ. യൂറോ യു എസ് ഡിയിലെ FXCM ചാർട്ട് ഞാൻ കാണിച്ചു തരാം. യൂറോ യു എസ് ഡി അടിക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ കുറേ സംഭവങ്ങൾ വരും. അതിൽ നിങ്ങൾക്ക് ഒനാണ്ട ഉണ്ടാവും, ക്യാപിറ്റൽ, forex.com എല്ലാം ഉണ്ടാവും. അതിൽ നിങ്ങൾ FXCM ആണ് സെലക്ട് ചെയ്യേണ്ടത്. വേറെ ഒരു ചാർട്ടും ഇല്ല, FXCM ആണ് സെലക്ട് ചെയ്യേണ്ടത് കേട്ടോ. അതേപോലെ തന്നെ രണ്ടാമത്തെ കറൻസി എന്ന് പറയുന്നത് നിങ്ങൾക്ക് USD/JPY ആണ്. USD/JPY നമ്മൾ വിചാരിച്ച അതേപോലെ തന്നെ ഒരേ വഴിക്ക് പോകും. ഓക്കെ, ഒരേ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങടാണോ ട്രെൻഡ് മൂവ് ചെയ്യുന്നത് അതേ വഴിക്ക് തന്നെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. സോ ഇതൊരു ലിക്വിഡിറ്റി ബേസ്ഡ് കറൻസിയാണ്. നിങ്ങൾക്ക് ഇതും സജസ്റ്റ് ചെയ്യുന്നുണ്ട് ഞാൻ. ഇതും നിങ്ങൾക്ക് നല്ലപോലെ എന്താ പറയാ, ട്രേഡിംഗ് പഠിക്കാൻ ഇത് നല്ലപോലെ സഹായിക്കും. ഓക്കെ, സോ ഇതും നല്ലൊരു കറൻസിയാണ്. പിന്നെ നിങ്ങൾക്ക് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന കറൻസി GBP/USD. ആസ് യൂഷ്വൽ GBP/USD ആണ്. GBP/USDയും യൂറോ യു എസ് ഡിയും ഏകദേശം സെയിം ആണ്. നിങ്ങൾക്ക് ഒരേപോലെ ട്രേഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ യൂറോ യു എസ് ഡിയും GBP/USD ആണ് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്ന 3 കറൻസി. യൂറോ യു എസ് ഡി, GBP/USD, USD/JPY, ഈ 3 കറൻസിയാണ് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത്. സോ ഈ കറൻസി വെച്ചിട്ട് ഈ കറൻസി മാത്രം നിങ്ങളുടെ വിഷ് ലിസ്റ്റിൽ വെക്കുക, വാച്ച് ലിസ്റ്റിൽ വെക്കുക. വിഷ് ലിസ്റ്റ് അല്ല, വാച്ച് ലിസ്റ്റിൽ വെക്കുക. ഓക്കെ, ഈ 3 കാര്യം മാത്രം നിങ്ങൾ കണ്ടിന്യൂസ്ലി ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കൂ. നിങ്ങളുടെ ട്രേഡിംഗ് സ്ട്രാറ്റജി, ബിഗിനേഴ്സിനുള്ള ട്രേഡിംഗ് സ്ട്രാറ്റജിയാണ് ഞാനിവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നപ്പോൾ. സോ ഇത് 100% വർക്ക് ആവുന്ന ഒരു സംഭവമാണ് യൂറോ യു എസ് ഡിയിലും GBP/USDയിലും USD/JPYയിലും. ഈ 3 കറൻസീസ് മാത്രം നിങ്ങൾ ഇപ്പൊ കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. ഈ 3 കറൻസിയിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ നോക്കേണ്ടത് യൂറോ യു എസ് ഡി ആണ്. ഓക്കെ, ഏറ്റവും കൂടുതൽ നോക്കേണ്ടത് യൂറോ യു എസ് ഡി ആണ്. യൂറോ യു എസ് ഡി ആണ് അത്രയും ആക്യുറേറ്റ് ആണ് യൂറോ യു എസ് ഡിയിൽ SMC ഒക്കെ വർക്ക് ആവുക. സോ നിങ്ങൾ യൂറോ യു എസ് ഡി മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. ഇന്നത്തെ ക്ലാസ്സും കൂടി കഴിഞ്ഞ് ഒരു ക്ലാസ്സും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ SMCക്ക് കിടക്കാൻ പോവുകയാണ്. SMCയിൽ നിങ്ങൾ ഇത് നോക്കേണ്ടത് അത്യാവശ്യമായ കാര്യമാണ്. നിങ്ങൾ SMCക്ക് കടക്കുമ്പോൾ നിങ്ങൾ എന്തായാലും ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടിരിക്കണം. ഓക്കെ, സോ SMC അതേപോലെ തന്നെ SMC നമ്മൾ പാട്ടായിട്ടാണ് ചെയ്യുന്നത്, ഒറ്റയടിക്കല്ല. എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ OB എന്താ, FEG എന്താ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്താന്നുള്ളതാണ് നമ്മൾ ഓരോന്നായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതേപോലെ തന്നെ CRT പഠിപ്പിക്കും, ICT പഠിപ്പിക്കും, എല്ലാം പഠിപ്പിക്കും. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ഉണ്ടാക്കിയിട്ടുള്ളത്. സോ നിങ്ങൾ ഈ കാര്യങ്ങൾ മാക്സിമം ശ്രദ്ധിക്കുക. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഗോൾഡിലൊക്കെ പോയി, ബിഗിനർ പോയി ഗോൾഡിലൊക്കെ ട്രേഡ് ഇട്ട് കഴിഞ്ഞാൽ ഒരു കാര്യം നടക്കില്ല, നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല. കാരണം എപ്പോഴും SL ഹിറ്റ്, SLന്റെ ഹണ്ടിങ് ആയിരിക്കും അവിടെ. ഹിറ്റ് ചെയ്ത് നിങ്ങൾക്കേ മടുക്കും. നിങ്ങൾക്ക് ട്രേഡിംഗ് മടുത്ത് നിങ്ങൾ നിർത്തിപ്പോവും. അതുകൊണ്ടാണ് യൂറോ USD, USD/JPY മാത്രം നിങ്ങളോട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറയുന്നത്. ഓക്കെ, സോ ഈ 3 കറൻസി മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാനും സാധിക്കും. അതേപോലെ തന്നെ നിങ്ങളെ സ്കിൽസ്
ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അതേപോലെ പുതിയ നോളജ് നിങ്ങൾക്ക് ലേൺ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. നമ്മൾ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരും. അതുവരേക്കും സൈനിങ് ഔട്ട്.